അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, വി ആർ ഗോയിങ് ടു സ്റ്റഡി പേജ് നമ്പർ 151. നമ്മൾ 151ാമത്തെ പേജാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. എവല്യൂഷണറി ട്രീ എന്നുള്ള ആ ഒരു പാഠഭാഗമാണ്. എല്ലാവരും 151ാമത്തെ പേജ് എടുക്കുക. ഓക്കെ, എവല്യൂഷണറി ട്രീ അല്ലെങ്കിൽ പരിണാമ വൃക്ഷം എന്നുള്ള ആ പാഠഭാഗം നമുക്ക് ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. The biodiversity of Earth was developed as a result of evolutionary process. നമ്മളിവിടെ പറയുന്നത് എന്താണ്? ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഭൂമിയിലെ ജൈവ വൈവിധ്യം. ബയോഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ജൈവ വൈവിധ്യം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, രൂപപ്പെട്ടത്, എന്തിൻ്റെ ഫലമായാണ്? പരിണാമ പ്രക്രിയയുടെ ഫലമായാണ് ഭൂമിയിലെ ജൈവ വൈവിധ്യം രൂപപ്പെട്ടത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ദ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ക്യാൻ ബി ഇലിസ്ട്രേറ്റഡ് ആസ് എ ബ്രാഞ്ചസ് ഓഫ് എ ട്രീ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ എവല്യൂഷണറി ഡിഫറൻസ് അല്ലെങ്കിൽ പരിണാമ പ്രക്രിയയുടെ ഫലമായിട്ടുണ്ടായിരിക്കുന്ന ജൈവ വൈവിധ്യങ്ങളെ എങ്ങനെയാണ് ഒരു പരിണാമ വൈവിധ്യത്തെ വ്യത്യസ്ത ജീവികൾ തമ്മിലുള്ള ബന്ധത്തെയും നമുക്ക് ഒരു വൃക്ഷത്തിലെ ശാഖകളായിട്ട് ചിത്രീകരിച്ചെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ അവയെ രേഖപ്പെടുത്തിയെടുക്കാം. ഓക്കെ, വ്യത്യസ്ത തരം ജീവികൾ തമ്മിലുള്ള ബന്ധം, അതായത് നമ്മൾ മനസ്സിലാക്കുക, പരിണാമത്തിൻ്റെ ആദ്യ നാളുകളിൽ നിന്ന് ഇന്ന് വരെ പരിണാമം സംഭവിച്ചതിൻ്റെ പരിണിത ഫലമായിട്ടാണ് പല പല ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. ഇവ തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് ഒരു വൃക്ഷത്തിലെ ശാഖകളുടെ ചിത്രീകരണത്തിലൂടെ നമുക്ക് കാണിച്ചെടുക്കാം അല്ലെങ്കിൽ വരച്ച് രേഖപ്പെടുത്തിയെടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് ആൻ എവല്യൂഷണറി തിയറി. ഇങ്ങനെ അല്ലെങ്കിൽ ട്രീ ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ചിത്രത്തെ, അതായത് ജീവജാലങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ, ഒരു പരിണാമത്തിൻ്റെ ബന്ധങ്ങളെ, പരിണാമത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളെ ഒരു വൃക്ഷത്തിൻ്റെ സഹായത്തോടുകൂടെ എങ്ങനെ ബന്ധപ്പെട്ടെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരുന്നത്, ഒരു വൃക്ഷത്തിൻ്റെ സഹായത്തോടെ വരച്ച് ചേർത്ത് എടുക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പരിണാമ വൃക്ഷം അല്ലെങ്കിൽ എവല്യൂഷണറി ട്രീ എന്ന് പറയുന്നത്. ഇനി ഹിയർ ഈസ് ദ പ്ലേസ് വെയർ ദ ബ്രാഞ്ച് ഡെവലപ്പ് ഇൻഡിക്കേറ്റ് ദ ആൻസിസ്ട്രൽ ഓർഗാനിസം. ഹിയർ ദ പ്ലേസ് വെയർ, അതായത് ഇവിടെ ഏത് സ്ഥലത്ത് നിന്നാണോ ദ ബ്രാഞ്ചസ് ഡെവലപ്പ്, അതിൻ്റെ ശാഖകൾ ഡെവലപ്പ് വളർന്നു വരുന്നത്, ഇൻഡിക്കേറ്റ് ദ ആൻസിസ്ട്രൽ ഓർഗാനിസം. അവ എന്താണ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പരിണാമത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ പരിണാമത്തെ കാണിപ്പിക്കുന്ന പരിണാമ വൃക്ഷത്തിൽ, ഓക്കെ, പരിണാമ ബന്ധത്തിലെ ചിത്രങ്ങൾ ചിത്രീകരിക്കുന്നതിൽ നമുക്ക് കാണാം വർഗീകരണമായിട്ട് ഓരോ ബ്രാഞ്ചുകളെ ഓരോ വർഗങ്ങളായിട്ട് ചിത്രീകരിക്കുകയാണല്ലോ. അപ്പോൾ അവ അങ്ങനെ ബന്ധങ്ങൾ ചിത്രീകരിക്കുമ്പോൾ എവിടെ വെച്ചാണോ ഒരു പുതിയ ശാഖ രൂപപ്പെടുന്നത്, ആ ശാഖ രൂപപ്പെടുന്ന ഇടത്തെ പൂർവിക ജീവികളായിട്ട് നമുക്ക് കണക്കാക്കാം, അല്ലെങ്കിൽ പൂർവിക ജീവികളായിട്ട് നാം കണക്കാക്കിയെടുക്കുന്നു. അതായത് പരിണാമ വൃക്ഷം വരയ്ക്കുമ്പോൾ എവിടെ നിന്നാണോ ഒരു പുതിയ ശാഖ രൂപപ്പെടുന്നത്, ആ രൂപപ്പെടുന്ന സ്ഥലത്തുള്ള ജീവജാലങ്ങളെ എന്ത് നമുക്ക് പറയാം? പൂർവിക ജീവികൾ എന്നുള്ള രീതിയിൽ നമുക്ക് ചിത്രീകരിച്ച് അവയെ നമുക്ക് വർഗീകരണം നടത്താവുന്നതാണ്. ദ ക്ലാസിഫിക്കേഷൻ ബിക്കം മോർ അക്യുറേറ്റ് ബൈ ഇലിസ്ട്രേറ്റിംഗ് എവല്യൂഷണറി റിലേഷൻഷിപ്പ്. എന്നിട്ട് നമ്മളോട് പറയുകയാണ്, ഇത്തരത്തിലുള്ള വർഗീകരണം കൂടുതൽ കൃത്യമായി നടക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കൂടുതൽ കൃത്യമായിട്ട് നടക്കുന്നത് പരിണാമ ബന്ധങ്ങളെ ചിത്രീകരിക്കുമ്പോൾ കൂടുതൽ ബന്ധങ്ങളെ നമുക്ക്, ആ റിലേഷൻഷിപ്പുകളെ നമുക്ക് മനസ്സിലാക്കാൻ ആയിട്ട് സഹായിക്കും. ഇറ്റ് ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ് ആൻ ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് ദ ബയോഡൈവേഴ്സിറ്റി. അങ്ങനെ ഉള്ള ഈ പരിണാമ വൃക്ഷത്തിൻ്റെ വര നമുക്ക് കൂടുതൽ അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ കൂടുതൽ ആഴത്തിൽ നമുക്ക് പരിണാമത്തെ മനസ്സിലാക്കുവാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ പരിണാമത്തെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ജീവികൾ തമ്മിലുള്ള ബന്ധങ്ങളെ ഒരു വൃക്ഷത്തെയും അതിൻ്റെ ശാഖകളെയും പോലെ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ എവിടെ നിന്നാണോ ഇത് തുടങ്ങുന്നത് അവിടെ ആയിരിക്കും ഏറ്റവും ആദ്യമായിട്ടുള്ള ജീവജാലം കാണുന്നത്. അതിനുശേഷം പയ്യെ 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 അവ രൂപീകരിക്കപ്പെട്ട് വിവിധ രൂപങ്ങളായിട്ട് വിവിധ ജീവികളായിട്ട് മാറുന്നതിനനുസരിച്ച് അവയുടെ സ്വഭാവത്തിലും മാറ്റം വരുന്നു. എവിടെ നിന്നാണോ ഒരു പുതിയ ജീവജാലം തുടങ്ങുന്നത്, ആ ജീവജാലം തുടങ്ങുന്ന ശാഖയ്ക്ക് മുൻപുള്ളതിനെ ആ ജീവജാലത്തിൻ്റെ പൂർവികർ എന്ന രീതിയിലും നമുക്ക് കണക്കാക്കി എടുക്കാം എന്നുള്ളതാണ് നാം ഇവിടെ മനസ്സിലാക്കിയിരിക്കുന്നത്. ദർ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ സ്റ്റഡി ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ പരിണാമ വൃക്ഷം എന്തിനാണ് ഒരു ക്രൂഷ്യൽ, അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് എന്തിനു വേണ്ടിയിട്ട്? ഈ ക്ലാസിഫിക്കേഷൻ തരംതിരിക്കുക അല്ലെങ്കിൽ വർഗീകരണത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒബ്സർവ് ദ ടേബിൾ 6.3. അതായത് നമ്മളോട് ഇവിടെ തന്നിരിക്കുന്ന ആ ടേബിൾ അല്ലെങ്കിൽ ആ പട്ടിക 6.3 നിരീക്ഷിച്ചിട്ട് ഷോ 4 പെക്യൂലിയാരിറ്റീസ് ഓഫ് ഓർഗാനിസം സച്ചാസ്. അതായത് ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 4 ജീവജാലങ്ങളുടെ പെക്യൂലിയാരിറ്റികളെയാണ്, അല്ലെങ്കിൽ 4 ജീവജാലങ്ങളിലുള്ള സവിശേഷതകളെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏതെല്ലാമാണ് ആ ജീവജാലങ്ങൾ എന്ന് നമ്മൾ
ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഒന്നാമതായിട്ട് തന്നിരിക്കുന്ന ജീവജാലം ഏതാണെന്ന് ചോദിച്ചാൽ ലങ് ഫിഷ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് തന്നിരിക്കുന്നത് ലങ് ഫിഷ്, രണ്ടാമതായിട്ട് തന്നിരിക്കുന്നത് വാൾ ലിസാർഡ് അല്ലെങ്കിൽ പല്ലി എന്ന് നമുക്ക് പറയാം, നമ്മുടെ വീടുകളിലൊക്കെ കാണുന്നത്. മൂന്നാമതായിട്ട് ഡോഗ് അല്ലെങ്കിൽ നായ എന്ന് പറയാം. നാലാമതായിട്ട് മനുഷ്യൻ എന്ന് പറയാം. ഓക്കെ, അനലൈസ് ദം ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻഡിക്കേറ്റേഴ്സ്. അതായത് താഴെ നൽകിയിരിക്കുന്ന ആ ഇതിൻ്റെ പട്ടികയുടെ അടിസ്ഥാനത്തിലും ഇൻഡിക്കേറ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിലും അവയെ അനലൈസ് ചെയ്യുവാൻ അല്ലെങ്കിൽ വിശകലനം ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 4 ഓർഗാനിസംസ് അല്ലെങ്കിൽ ജീവജാലങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ലങ് ഫിഷ്, രണ്ടാമത്തേത് വാൾ ലിസാർഡ് അല്ലെങ്കിൽ പല്ലി, മൂന്നാമത്തേത് ഡോഗ് അല്ലെങ്കിൽ നായ, നാലാമത്തേത് മനുഷ്യൻ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒറ്റ ചോദ്യമാണ്, ഈ ജീവജാലങ്ങളിൽ ഏതിനെല്ലാമാണ് സ്കൾ അല്ലെങ്കിൽ തലയോട്ടി ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ തലയോട് ഈ പറയുന്ന 4 ജീവജാലങ്ങൾക്കും ലങ് ഫിഷിനും വാൾ ലിസാർഡിനും ഡോഗിനും മനുഷ്യനും എല്ലാം തലയോട്ടിയുണ്ട്. രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഫോർ ലിംബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മുൻകാലുകൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ മുൻകാലുകൾ ഉള്ള ജീവജാലങ്ങളെ ചോദിക്കുമ്പോൾ ലങ് ഫിഷ് ഒഴികെ ബാക്കി എല്ലാ ജീവജാലങ്ങൾക്കും, പല്ലിക്കാണെങ്കിലും നായ്ക്കാണെങ്കിലും മനുഷ്യനാണെങ്കിലും കാലുകൾ ഉണ്ട്. രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഹെയർ അല്ലെങ്കിൽ ഫർ, അതായത് രോമങ്ങൾ ഉള്ള ജീവജാലം ഏതെല്ലാമാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ലങ് ഫിഷ് അതായത് ഫിഷ് ഐറ്റംസിന് രോമങ്ങളില്ല, പല്ലിക്ക് രോമം ഇല്ല. പിന്നെ ഏതാണ്? നായയ്ക്ക് രോമമുണ്ട്, മനുഷ്യന് രോമമുണ്ട്. അപ്പോൾ അവയുടെ സവിശേഷതയിൽ കുറവ് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് തന്നിരിക്കുന്നത് ലാക്കേഷൻ അല്ലെങ്കിൽ അവ മുലയൂട്ടുന്ന സ്വഭാവമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ലങ് ഫിഷിന് മുലയൂട്ടുന്ന സ്വഭാവമില്ല, പല്ലിക്കും മുലയൂട്ടുന്ന സ്വഭാവം ഇല്ല. അതേ സമയത്ത് തന്നെ നായ്ക്ക് മുലയൂട്ടുന്ന സ്വഭാവമുണ്ട്, മനുഷ്യനും അല്ലെങ്കിൽ മാനിനും അല്ലെങ്കിൽ ഹ്യൂമൻസിനും എന്താണുള്ളത്? മുലയൂട്ടുന്ന മാനിനും മുലയൂട്ടുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ ഓർഗാനിസത്തിൻ്റെ പെക്യൂലിയാരിറ്റീസ് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇൻഡിക്കേഷൻ. ഓക്കെ, ഇൻഡിക്കേഷൻ എന്താണ്? ഫീച്ചേഴ്സ് കൺസിഡേർഡ്. എന്താണ് ഫീച്ചേഴ്സ് കൺസിഡേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിഗണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഏതെല്ലാം സവിശേഷതകളെയാണ് പരിഗണിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ പരിഗണിച്ചിരിക്കുന്ന സവിശേഷതകൾ ഏതെല്ലാമാണ്? അല്ലെങ്കിൽ ഫീച്ചേഴ്സ് കൺസിഡേർഡ് ഇൻ ടേബിൾ 6.3R, അതായത് ടേബിൾ അല്ലെങ്കിൽ പട്ടിക 6.3 പരിഗണിച്ചിരിക്കുന്ന സവിശേഷതകൾ ഏതെല്ലാമാണ്? ഒന്ന് സ്കൾ അല്ലെങ്കിൽ തലയോട്, ഫോർ ലിംബ് അല്ലെങ്കിൽ മുൻകാലുകൾ, ഹെയർ അല്ലെങ്കിൽ ഫർ അല്ലെങ്കിൽ രോമങ്ങൾ, അതുപോലെ തന്നെ ലാക്കേഷൻ അല്ലെങ്കിൽ മുലയൂട്ടുക എന്നുള്ള ഈ 4 കാര്യങ്ങളെയാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? പരിഗണിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ഓർഗാനിസം ഹാവിങ് ഓൾ ദീസ് ഫീച്ചേഴ്സ്. ഏത് ഓർഗാനിസത്തിനാണ് ഈ എല്ലാ സ്വഭാവ സവിശേഷതകളും ഉള്ളത്? ഏതെല്ലാമാണ് സ്വഭാവ സവിശേഷതകൾ എന്ന് നിങ്ങൾ മറന്നുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഒന്ന് തലയോട് അല്ലെങ്കിൽ സ്കള്, 2 ഫോർ ലിംസ്, 3 അല്ലെങ്കിൽ മുൻകാലുകൾ, മൂന്നാമതായിട്ട് ഹെയർ അല്ലെങ്കിൽ ഫർ അല്ലെങ്കിൽ ശരീരത്തിൽ രോമം, നാലാമത് ലാക്കേഷൻ അല്ലെങ്കിൽ മുലയൂട്ടൽ. ഓക്കെ, ഇത് ഏതെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ഏതെല്ലാം ജീവജാലങ്ങൾക്കാണ്? മനുഷ്യനും അതുപോലെ തന്നെ ഡോഗിനുമാണ്, പട്ടിക്കുമാണ് എന്തുള്ളത്? എല്ലാ സ്വഭാവങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന ഈ കളറുകളിൻ്റെ അകത്തേക്ക് തന്നെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ചില വ്യത്യാസങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? അനലൈസ് ദ ഇലിസ്ട്രേഷൻ 6.5 ആൻഡ് റെക്കോർഡ് your inferences about how this evolutionary tree of the organism is constructed. ഇനി നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ഒരു എവല്യൂഷണറി ട്രീ, അതായത് 6.5 നമുക്ക് തന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അവയുടെ സ്വഭാവങ്ങൾ കൊണ്ട് എന്നുള്ളതാണ് നമ്മളോട് ഗിവൺ ടേബിൾ. അപ്പോൾ നമ്മൾ ആ 6.5 ആയിട്ടുള്ള എവല്യൂഷണറി ട്രീയിലേക്ക് പോവുക. ആദ്യമായിട്ട് സ്കൾ ഉള്ള ജീവജാലങ്ങളെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഏതെല്ലാമാണ് സ്കൾ ഉള്ള ജീവജാലങ്ങൾ? എല്ലാ ജീവജാലങ്ങളിൽ, അതായത് ലങ് ഫിഷിലും വാൾ ലിസാർഡിലും ഡോഗിലും മനുഷ്യനിലും എല്ലാം സ്കളുണ്ട്. അപ്പോൾ സ്കളുള്ള ജീവജാലത്തിൽ ഇവയെല്ലാം വരും. അങ്ങനെ ഈ സ്കളുള്ള ജീവജാലത്തിൽ നിന്നും രൂപീകരിക്കപ്പെട്ടു വന്ന ഒരു ജീവജാലമാണ് ഏത്? ഫോർ ലിംബ് ഉള്ള ജീവജാലം. ഫോർ ലിംബുള്ള ജീവജാലത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഏതെല്ലാം ജീവജാലങ്ങൾ വരും? 3
തരത്തിലുള്ള ജീവജാലങ്ങളാണുള്ളത്. ലങ് ഫിഷ് ഔട്ടായിത്തീരുന്നു, കാരണം അതിന് എന്താണ് പറയുന്നത്, സ്കള്ളുണ്ടെങ്കിലും 4 limbs ഇല്ല. മറിച്ച് 4 limb ജീവജാലമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് ഏതാണ്? വാൾ ലിസാർഡ്, അതിന് മുൻകാലുകളുണ്ട്. അതുപോലെ തന്നെ ഡോഗ്, അതിന് മുൻകാലുകളുണ്ട്. മനുഷ്യൻ, അതിനും മുൻകാലുകളുണ്ട്. എന്നാൽ അടുത്ത ഡിവിഷനിലേക്ക് വന്നു കഴിയുമ്പോൾ, അടുത്ത ശാഖയിലേക്ക്, ബ്രാഞ്ചിലേക്ക് വന്നു കഴിയുമ്പോൾ ശരീരത്തിൽ രോമം ഉള്ള ജീവജാലവും അതുപോലെ തന്നെ മുലയൂട്ടുന്ന ജീവജാലത്തെയും കുറിച്ചുമാണ് ചോദിക്കുന്നത്. അവിടേക്ക് വന്നു കഴിയുമ്പോൾ ലങ് ഫിഷും വാൾ ലിസാർഡും പുറത്തു പോയിക്കൊണ്ട് രണ്ട് ജീവജാലങ്ങളായിട്ട് മാറുകയാണ്. ഒന്ന് പട്ടിയും അതുപോലെ തന്നെ മനുഷ്യനും, അല്ലെങ്കിൽ നായും മനുഷ്യനും, ഡോഗ് ആൻഡ് മാൻ. അപ്പോൾ നമുക്ക് മനസ്സിലായി, സ്കൾ എന്ന് പറയുന്ന ആ ഒരു ജീവജാലങ്ങളെ എടുത്തിട്ട് ഒരു മരമായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിൽ എന്താണ് സ്കൾ അല്ലെങ്കിൽ തലയോട്ടിയുള്ളത് ലങ് ഫിഷ് ഉൾപ്പെടുന്നു. എന്നാൽ 4 limb ഉള്ളിലേക്ക് വരുമ്പോൾ ലങ് ഫിഷ് പുറത്തു പോവുകയും അതുപോലെ തന്നെ വാൾ ലിസാർഡും ഡോഗും വരികയും ചെയ്തു. എന്നാൽ രോമമുള്ളവയിലേക്ക് വരുമ്പോൾ ഈ 4 limb നിന്നും അടുത്ത ശിഖരമായിട്ട് പോവുകയാണ്. ഓക്കെ, സ്കളിൽ നിന്നും 2 ശിഖരമായിട്ട് പോകുന്നു. ഒന്ന് തലയോട്ടിയുള്ളതും 2 4 limb അല്ലെങ്കിൽ മുൻകാലുള്ളതുമായ 2 ശിഖരം പോകുന്നു. ഈ രണ്ടാമത്തെ ശിഖരമായ 4 limb നിന്നും പിന്നെയും 2 ശിഖരം തിരിഞ്ഞു പോകുകയാണ് ചെയ്യുന്നത്. 2 ശിഖരം പോവുകയാണ്. ഒന്ന് വാൾ ലിസാർഡും രണ്ടാമത്തത് എന്താണ് ചെയ്യുന്നത്, നായും മനുഷ്യനുമായിട്ട്. കാരണം വാൾ ലിസാർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവയുടെ ശരീരത്ത് രോമമില്ല. അത് കാരണം അത് മറ്റൊരു ഗ്രൂപ്പായിട്ട് ബ്രാഞ്ചായിട്ട് നിൽക്കുന്നു. രോമമുള്ള ജീവജാലങ്ങളിലേക്ക് വരുമ്പോൾ നായും മനുഷ്യനുമായിട്ട് നിൽക്കുന്നു. ഇവ രണ്ടും 2 വ്യത്യസ്ത ഗണങ്ങളായിട്ട്, കൂട്ടങ്ങളായിട്ട്, ഗണങ്ങളായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യു ഹാവ് അണ്ടർസ്റ്റുഡ് ഹൗ ടു പ്രിപ്പയർ ദ എവല്യൂഷണറി ട്രീ ബേസ്ഡ് ഓൺ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഓർഗാനിസം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ഒരു എവല്യൂഷണറി ട്രീ അവയുടെ സാദൃശ്യങ്ങൾ കൊണ്ടും വ്യത്യസ്തങ്ങൾ കൊണ്ടും ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടു നോ മോർ അബൌട്ട് ദ എവല്യൂഷണറി ട്രീ ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഓർഗാനിസം വിസിറ്റ് ദിസ് വെബ്സൈറ്റ്. അത് അതിന് ശേഷം ഒരു വെബ്സൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ വെബ്സൈറ്റ് പഠിച്ച് നമ്മളോട് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ എവല്യൂഷണറി ട്രീ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, പരിണാമ വൃക്ഷം എന്നുള്ള പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം.